നമസ്കാരം. മാസ്റ്റർക്യാം ക്രാക്ക് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. മാസ്റ്റർക്യാം ക്രാക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ടൂള് റേഡിയസ് ഒക്കെ അടിക്കുന്ന സമയത്ത് മാറി ഓടാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ക്രാക്ക് ഉള്ളവർ നമുക്കൊരിക്കലും കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ ഒരു റേഡിയസ് ഉള്ളൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. കോണ്ടൂർ ഓപ്പറേഷൻ ഇട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണ്. പ്രോഗ്രാം ചെയ്ത് നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഗ്രാമിൽ നമുക്ക് ഐയും ജെയും മെത്തേഡ് വെച്ചിട്ടായിരിക്കും പ്രോഗ്രാം വരിക. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് കോണ്ടൂർ ഓപ്പറേഷനാണ്. നിങ്ങൾ ജസ്റ്റ് കോണ്ടൂർ അറിയാമല്ലാത്തവർ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഫുള്ളായിട്ട് ഇവിടെ മുതൽ വാച്ച് ചെയ്യുക. ജസ്റ്റ് ഇച്ചിരി സ്പീഡിൽ നമ്മൾ ചെയ്യുന്നത് മാത്രം. ഓക്കെ, ഞാനൊരു 2x ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ പ്രോഗ്രാമിംഗ് സൈഡ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അതൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. അതിന് നമ്മൾ G1 ക്ലിക്ക് ചെയ്ത് നമ്മൾ പ്രോഗ്രാം ജനറേഷൻ കൊടുക്കുകയാണ്. ദെൻ അത് സേവ് ചെയ്യുന്നത് ഞാനിവിടെ ഒരു ടെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളതിൻ്റെ ഫയൽ സേവ് ചെയ്യുകയാണ്. ഓക്കെ, അതിപ്പോൾ ജനറേഷൻ ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടോ, ഇത് കാണാൻ പറയാം പ്രോഗ്രാമിനകത്ത് ഐയും ജെയും മെത്തേഡ് വെച്ചിട്ടാണ് റേഡിയസിൻ്റെ സ്ഥലങ്ങളിലെല്ലാം വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുത്താനാണ് നമ്മൾ പോകുന്നത്. അതിനായി നമ്മൾ നേരെ ചെയ്യേണ്ടത് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ മെഷീൻ ഡെഫിനേഷൻ മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കമാൻഡ് ബോക്സ് അത് ടിക്ക് ചെയ്ത് കളയുക. അതിനുശേഷം ഇവിടെ നമ്മളുടെ ഫയൽ സേവ് ചെയ്യണമെന്ന് ചോദിക്കുക, നമ്മൾ എസ് കൊടുത്തേക്കുക. അതിനുശേഷം നമ്മളത് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്തിടുക. അതും ടിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. സേവ് ജോമെട്രി ഓഫ് ദ മാസ്റ്റർക്യാം ഫയൽ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നമ്മളത് ഫയൽ സേവ് കൊടുക്കുകയാണ്. ഓക്കെ, ഓൾറെഡി സേവ് ചെയ്ത ഫയലാണ്, പിന്നെ അത് സേവ് ചെയ്യാൻ പോകണ്ട, നോ കൊടുത്ത് പോയാൽ മതി. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്യുകയാണ്. ഞാൻ അതിനകത്ത് ആ ഫയലിന് ടെസ്റ്റ് എന്നും പറഞ്ഞ് പേര് കൊടുത്ത് സേവ് ചെയ്തു. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വേറൊരു ബോക്സിലൊക്കെ മെഷീൻ ഡെഫിനിഷൻ മാനേജർ ബോക്സിൽ വന്ന് അതിനകത്ത് ആദ്യത്തെ മില്ല് ഡീഫോൾട്ടാണ് നമ്മളുടെ കിടക്കണം. ഇനി നിങ്ങൾക്ക് മില്ല് ഡീഫോൾട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് മിൽ ഡീഫോൾട്ട് എന്നുള്ളത് ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് മെഷീനാണോ നമ്മൾ ഈ ഐയും ജെയും മാറ്റി അതാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെഷീൻ്റെ പോസ്റ്റ് പ്രോസസ്സർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മളിവിടെ എഡിറ്റ് ദ കൺട്രോൾ ഡെഫിനിഷൻ എന്നുള്ള കീ ഉണ്ട്, അത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് നിന്നാണ് നമുക്ക് വേണ്ടുന്ന ആർക്ക് എന്നുള്ളൊരു കാര്യം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കുറേ സംഭവം കൊടുത്ത് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് അതിൽ ആർക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആർക്കിൻ്റെ ഉള്ളിൽ നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ സപ്പോർട്ട് ആർക്ക് XY പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അതിൻ്റെ അകത്ത് XY പ്ലെയിൻ എല്ലാം റേഡിയസ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡെൽറ്റ സെൻറ്റർ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് അത് നമ്മളെല്ലാം ആർക്കാക്കി കൊടുക്കുക. അതിന് ശേഷം കാണിക്കുന്നത് ഓക്കെ അടിച്ചു കൊടുക്കുക. പിന്നെ അത് സേവ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ലെഫ്റ്റ് സൈഡ് സേവ് ഓപ്ഷൻ കൊടുത്ത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അത് നമ്മളുടെ മെഷീനിലേക്ക് അത് അപ്ഡേറ്റഡ് ആവാൻ വേണ്ടി കഴിയണമെങ്കിൽ യെസ് കൊടുത്തേക്കാം. ഇപ്പോൾ അത് നമ്മളുടെ മെഷീൻ്റെ ഡീഫോൾട്ടായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇനി വരുന്ന സാധനം എല്ലാം ഐയുടെ വാല്യൂനും ജെയ്ക്ക് പകരം ഇതായിട്ട് നമുക്ക് ജനറേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ജനറേഷനിൽ ഞാനിപ്പോൾ പേരൊന്ന് ജസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുവാണ്. ടെസ്റ്റ് 2 എന്ന് പറഞ്ഞ് കൊടുത്തു. നമ്മൾ നേരത്തെ ന്യൂ ടെസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ടെസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യുന്നത്. നമുക്ക് രണ്ടും തമ്മിലുള്ള ചേഞ്ചസ് മനസ്സിലാക്കാനാണ്. ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ, പ്രോഗ്രാം ജനറേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വരുന്നതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാം R വാല്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സംഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മെഷീനിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന് പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളുടെ പഴയ മെഷീനാണെങ്കിലാണ് നമുക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസിലേക്ക് വരുന്നത് മെയിനായിട്ടും. നമുക്ക് നോക്കാം, ഇത് കണ്ടോ. ഓക്കെ, രണ്ടും നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, രണ്ടിനകത്ത് ഇപ്പം ആദ്യത്തേനകത്ത് ഐ വാല്യൂ ജെ വാല്യൂ വന്നിട്ടുണ്ട്, മറ്റേനകത്ത് R വാല്യൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എക്സിൻ്റെ വൈയുടെയും വാല്യൂസിനൊന്നും ചേഞ്ചസ് ഇല്ല. പക്ഷേ ഐയും ജെയുടെയും സ്ഥാനത്ത് റേഡിയസ് വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം പഴയ മെഷീനുകളിൽ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഇതുപോലുള്ള ഈ എന്താ പറയുക മെഷീൻ ഡെഫിനേഷനിൽ വരുന്ന ആക്സിസിൻ്റെ വാല്യൂസ് മാറ്റി കൊടുക്കുക. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.